നമ്മളിങ്ങനെ കണ്ടിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മുകളിലായി. സംഭവം വേറൊന്നല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ സംഖ്യകൾ. ഏപ്രിൽ മാസത്തിൽ സംഖ്യകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ട് അത് വാർത്തയായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇൻട്രോ വേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ചൂട് കുറയ്ക്കാൻ കോളേജിന്റെ ചുമരിൽ പ്രിൻസിപ്പൽ ചാണകം തേച്ചു. ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ. അതായത് ഒരു കോളേജ് പ്രിൻസിപ്പാളാണ് കുട്ടികൾക്ക് ചൂട് കുറക്കാൻ വേണ്ടി ക്ലാസ് റൂമിൽ ചാണകം പെരക്കിയത്. ഇതേപോലെ വിവരക്കേട് കാണിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതിനൊക്കെ കാരണക്കാരാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബാക്കിയോട് കേൾക്ക്. ഡൽഹി സർവകലാശാല ലക്ഷ്മി ഭായ് കോളേജിലെ പ്രിൻസിപ്പൽ ക്ലാസ് മുറിയിലെ ചുമരിൽ ചാണകം തേക്കുന്ന പ്രിൻസിപ്പലിന്റെ വീഡിയോ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചുമരിന്റെ മുകളിൽ തേക്കുന്ന ചാണകം പ്രിൻസിപ്പാളിന്റെ തലയിൽ നിർത്തതാവാനാണ് സാധ്യത. അല്ലാതെ ചാണകം ചുമരിൽ തേച്ച് കഴിഞ്ഞാൽ ചൂട് കുറയുമെന്ന് ചിന്തിച്ചപ്പോ തന്നെ അതിന്റെ ഒക്കെ തലയിൽ ചാണകമാണെന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, ഒരു പ്രിൻസിപ്പാളാണ് കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നത്. ചാണകത്തിനോട് ഇത്രയും പ്രേമാണ് ഈ സംഘടികൾക്കൊക്കെ. ഇവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ BJP മെമ്പർ ആയിരിക്കും, സംഘടനയായിരിക്കും. അല്ലാതെ ഇത്രയും വലിയ വിവരക്കേട് കാണിച്ച് വെക്കുന്ന ആളുകൾ മറ്റുള്ള പാർട്ടിയിലൊന്നും ഉണ്ടാവില്ല എന്ന് ആണ് ഞാൻ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത്. ചുമരിന്റെ മുകളിൽ ചാണകം പെരക്കുന്നത് ഇത്രയും വലിയ വിവരം കെട്ടതാണല്ലോ ഉള്ളതല്ലേ നമ്മുടെ ഇന്ത്യയിലൊക്കെ. അതുകൂടെ നമുക്ക് എന്തായാലും അടുത്ത ന്യൂസ് കാണാം. കൊല്ലം പൂരത്തിന്റെ കുടമാറ്റത്തിൽ RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും. ഇവന്മാരൊക്കെ എന്താണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്? കുടമാറ്റ ചടങ്ങിന് എഡ്ഗവാറിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ചിത്രമൊക്കെ അവിടെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ അയാളുടെ ഫാൻസ് ആവുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഇല്ല. കാരണം അയാളൊക്കെ മാപ്പ് എഴുതി കൊടുത്ത ആളുകളാണ്. അതേപോലെയുള്ള ആളുകളെ ഒരിക്കലും മനസ്സിലേറ്റാൻ നമ്മൾക്ക് മലയാളികൾക്ക് സാധിക്കില്ല. നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പമാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രം കുടമാറ്റത്തിൽ ഉയർത്തിയത്. പുതിയകാവ് ക്ഷേത്രം സംഘടിപ്പിച്ച കുടമാറ്റത്തിലാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉപയോഗിച്ചത്. ഇത് കണ്ടപ്പോൾ എനിക്കൊന്നേ പറയാനുള്ള വേറൊന്നുമല്ല. ഈ മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഇടയിലോട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകരെയും ഈ സ്ഥാപകരെയും ഒന്നും പ്രദർശിപ്പിക്കരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അത് മറ്റേടത്തെ പരിപാടിയാണ്. ഈ BJP-ക്കാർ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ മതപരമായിട്ടുള്ള ചടങ്ങിനിടയിൽ ഈ BJP-ക്കാരായിട്ടുള്ള പല നേതാക്കളെയും നിങ്ങൾ കുടമാറ്റമോ എന്ത് കാണിച്ചിട്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാലും ഈ മലയാളികൾ അത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും. അല്ലാതെ അവരുടെ ഫാൻസ് ഒന്നും ആവാൻ പോകുന്നില്ല. കാരണം മാപ്പിതി കൊടുത്ത ആളുകളാണ്, ചൂതക്കിയ ആളുകളാണ്. അതേപോലെയുള്ള ആളുകളെ ഒരിക്കലും മലയാളികൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കുറച്ച് വിവരമില്ലാത്ത മലയാളികൾ അംഗീകരിച്ചിട്ടുണ്ട്. അവരെ മലയാളികളായിട്ട് നമ്മൾ കൂട്ടണ്ട, അവരൊക്കെ ചാണകങ്ങളായിട്ട് കൂട്ടിയാൽ മതി. അടുത്ത ന്യൂസ് കാണാം. ഭിന്നശേഷിക്കാർക്കായി പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിൽ വ്യാപക പ്രതിഷേധം. സുജയ പാർവതിയെ വെച്ച് പ്രതിഷേധിക്കേണ്ട പിന്നെ. കാരണം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന കെട്ടിടത്തിന് ഒരു മഹത്വം പോലും ഇല്ലാത്ത ഒരാളുടെ പേരിടുമ്പോൾ, അതായത് ഈ RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. അതുണ്ടാക്കിയ ആളുടെ പേരിടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള വിവരമുള്ള ജനങ്ങൾ പ്രതിഷേധിക്കും. വിവരമില്ലാത്തവർ പ്രതിഷേധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത്ര വലിയ മഹത്വപ്പെട്ട ആളെന്നല്ല ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പോയിട്ടുണ്ടെന്ന് ഒരു മൊണ്ണയൊക്കെ പറയുന്നത് കേട്ട് അവന്റെ ഒക്കെ തലയിൽ തലച്ചോറിന് ബദലായിട്ട് ചാണക കൂമ്പാരം തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പോ ഇതിനെതിരെ പ്രതിഷേധിച്ചത് ആരാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് കോൺഗ്രസ് ആണെങ്കിലും DYFI-ക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇതിനെതിരെ പ്രതിഷേധിച്ച ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. തമാശ പറഞ്ഞല്ല. ഈ എഡ്ഗേവാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളെയൊക്കെ പേരിട്ട് നശിപ്പിക്കേണ്ട സംഭവമല്ല. ഭിന്നശേഷിക്കാർക്ക് ഉണ്ടായി കൊടുക്കുന്ന കെട്ടിടം, അതായത് സുഖമില്ലാത്ത കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കുന്ന കെട്ടിടമാണ്. അതിന് ഇത്രയും വലിയ മോശപ്പെട്ട ഒരാളുടെ പേരിടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കാൻ പാടില്ല. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭ ഭരിക്കുന്ന സമയത്ത് അത് കാണാനുണ്ട്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് കാണാനുണ്ട്. ദണ്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില്. ദണ്ടൊക്കെ പിടിച്ചിട്ടാവല്ല പാലക്കാട് നഗരസഭ ഭരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതാരാടെ ഇത്? 5-6 ദിവസമായിട്ട് ഇവന്റെ മുഖം തന്നെയാണ് കാണുന്നത്. പറയുന്നത് ഫുള്ളായിട്ട് പോട്ടെ തരാം. ഒന്ന് പറഞ്ഞ രണ്ടാമത് നിങ്ങളുടെ കയ്യിൽ ദണ്ടുണ്ട്, നിങ്ങൾ വാ നമ്മളോട് കളിച്ചോക്ക്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാവേണ്ടത്? BJP-ക്കാരൻ നിങ്ങൾ ഇങ്ങനെയാണോ? ഒരു ചെറിയൊരു നഗരസഭ കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനത്തെ തെണ്ടിത്തരാണ് കാണിക്കുന്നത്. കേരളമൊക്കെ കിട്ടിക്കേണ്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരല്ലാതെ അജ്മൽ കസബിന്റെ പേരാണോ അവിടെ തുടങ്ങുന്ന പദ്ധതി ലക്ഷക്കണക്കിന് വരുന്ന ഹെഡ്ഗേവാർ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന കാലത്താണ് ബ്രിട്ടീഷുകാർക്ക് രണ്ടാമത്തെ മാപ്പ് എഴുതി കൊടുത്തത്. 10 രാജാന്റെ മാപ്പ് എഴുതി കൊടുത്തു പോരാ. ഇനി ഞാൻ നിങ്ങൾക്കെതിരെ സമരം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ആളുകളെയാണ് തലയിൽ വെച്ച് നടക്കുന്നത്. ഇവന്റെ ഒക്കെ തലയിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുസ്ലിം ബ്രദർഹുഡിനെയും ഹമാസിനെയും മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഉദ്ഘോഷണങ്ങൾ നടക്കുന്നില്ല. കേരളത്തിൽ മാത്രമാണ് അത് നടക്കുന്നത്. നമ്മൾ ഉള്ളിസുര പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഇദ്ദേഹം അവർ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് നേരെ പോരാടിയ ആളാണ് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അപ്പോൾ അവര് സ്വാതന്ത്ര്യ സമര പോരാളികൾ. അതേ സ്ഥാനത്ത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് നിൽക്കുന്ന ഹമാസിനെ പോലെയുള്ള ഒരു സംഘടന, അവര് തീവ്രവാദ സംഘടന. അതേത് പഠിപ്പാണ് ഉള്ളിസുരെ? എന്തെങ്കിലും മനസ്സിലുണ്ട് പച്ചക്കങ്ങ് തൊപ്പൂട്, അല്ലാതെ വളഞ്ഞുകൊണ്ട് മൂക്ക് പിടിക്കില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളോടൊക്കെ ഇതുകൊണ്ടാണ് ജനങ്ങൾക്ക് വെറുപ്പ് വരുന്നത്. മനസ്സിലുള്ള വർഗീയത എങ്ങനെ തൊപ്പണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപായകരമായ രീതിയിലേക്ക് നമ്മുടെ നാടിനെ LDF-ഉം UDF-ഉം കൊണ്ടെത്തിക്കുകയാണ്. അതൊന്നല്ല സത്യം. അപായകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കേരളം മാറാത്തത്
LDF-ഉം UDF-ഉം ഉള്ളതുകൊണ്ട്, UDF അടക്കട്ടെ, LDF ഉള്ളതുകൊണ്ടാണ്, തമാശ പറഞ്ഞില്ല. ഇവന്മാരൊക്കെ കയ്യിൽ കേരളം കിട്ടിയിട്ടുണ്ടെങ്കിൽ കലാപമായിരിക്കും. എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇതേപോലെയുള്ള മണ്ണന്മാർ പലതും പറയും, ഒന്ന് ചിന്തിച്ച് വോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സമയത്ത് കുറെ ആൾക്കാർ ജയിലിൽ പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഹെഡ്ഗേവാർ അല്ലേ. നമുക്ക് സമ്മതിച്ചു കൊടുക്കാടാ. ഇവന്മാരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. കാരണം ഇവന്മാർ എന്താ പറയുന്നതെന്ന് ഇവന്മാർക്ക് തന്നെ ചില സമയത്ത് ബോധമില്ല. ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ദേശീയ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ നൽകിയിട്ടുണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്. പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞത് ശ്രദ്ധിച്ചല്ല. പാലക്കാട് ജില്ലാ പ്രസിഡന്റായിട്ടാണ് ഇവൻ പറഞ്ഞത് എന്താണ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദേശീയ ബോധത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി കൊടുത്തെന്ന് പറയുന്നതാണ് ഹെഡ്ഗേവാർ. അവരുടെ മനസ്സ് നിങ്ങൾ കാണണോ? മലയാളികളുടെ ഇടയിൽ നിന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? കേൾക്ക്. കേട്ടല്ലോ. ആ പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി വെച്ചാൽ കുറച്ച് മുൻപ് പറഞ്ഞിട്ടില്ല, അതൊന്നുകൂടി കേൾക്ക്. ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ദേശീയ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ നൽകിയിട്ടുണ്ട്. വെറുതെ അല്ല നാട്ടുകാരൊക്കെ ഇവന്മാരെ പോലുള്ള ആളുകളെ സംഘി എന്ന് വിളിക്കുന്നത്. ഇവന്മാര് ന്യൂസ് ചാനലൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾ ദേശീയ ബോധത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷെ ഇവന്മാരുടെ പാർട്ടിക്കാർ ചെയ്യുന്ന പരിപാടി എന്താ? വെല്ലുവിളി. ഇതേപോലെയുള്ള ആളുകളെയാണ് ഹെഡ്ഗേവാറിന്റെ സംഘടന ആയിട്ടുള്ള RSS പടച്ചുവിടുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ദേശീയ ബോധത്തോടു കൂടി തന്നെയാണ് ഇവന്മാർ പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നത്. വെല്ലുവിളി അല്ലേ? എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർ എന്താണ് പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇവന്മാർ വെല്ലുവിളിക്കാണ്. ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്, ഒന്ന് ചിന്തിക്കണേ. സന്ദീപ് വാര്യർ ഇവരുടെ പാർട്ടിയിലുള്ളപ്പോ നല്ലൊരു വ്യക്തി, മഹത്തായ വ്യക്തി. മറ്റൊരു പാർട്ടിയിലോട്ട് പോയപ്പോൾ പിയച്ച് പറ്റവൻ അല്ലെ. ഇതേപോലെയൊക്കെ സംഖ്യകൾക്കെ വിളിച്ചു പറയാൻ പറ്റും. ഒന്ന് ചിന്തിച്ച് നോക്കണടാ. മറ്റൊരു പാർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. നിങ്ങൾ അവന്മാരുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ വിലയിരുത്തും നിങ്ങളെ. ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ പോലും വർഗീയത കുത്തിക്കയറ്റാൻ മറന്നില്ല. ആ മുദ്രാവാക്യം എഴുതി കൊടുത്ത ആള് അവരുടെ ഒരുക്കി വെക്കുക. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? വർഗീയതയുള്ള ആളുകൾ കൂടട്ടെ, ആ ഒരു സമയത്ത് വിളിക്കട്ടെ ഇങ്ങനെയുള്ള മുദ്രാവാക്യമൊക്കെ. അല്ലാതെ ഇങ്ങനെയുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മലയാളികൾ എല്ലാവരും കണ്ടും പൂട്ടി വിളിക്കും ചാണക സംഖ്യകളെന്ന്. അവരുടെ ഒരുക്കാൻ വന്നിരിക്കുന്നത് ചാണകങ്ങളെ എന്ന് തന്നെ പറയേണ്ട ഒരു കൊല്ലത്തിലാക്കരുത് തന്നെ കൂട്ടട്ടാ. ഇതേപോലെയുള്ള മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കളോട് ചോദിക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. വർഗീയത തുപ്പുന്നല്ലേ. ഇവന്മാരുടെ കരച്ചിൽ കേൾക്കാൻ എന്താ സുഖല്ലേ. മോനെ പൂമോനെ കരയുന്നടാ. എടാ ഒരൊറ്റ നേതാവല്ലേ നിങ്ങൾക്ക് പോയിട്ടുള്ളൂ. അതിന് ഇത്രയും വലിയ ഫീലിങ്സുമായിട്ട് സന്ദീപ് വാര്യറിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം ഇവിടെയുള്ള എത്ര പേര് അംഗീകരിക്കുന്ന അറിഞ്ഞൂടാ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില രീതിയിലുള്ള ഇപ്പോൾ വില വർദ്ധിച്ചു, 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്, ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുകയാണ്. എങ്ങനെ സാധിക്കുന്നു സംഘടന അമ്മച്ചി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം? നിങ്ങൾ പണ്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. ഗ്യാസിന് 400 രൂപ ആയിട്ടാണ് ആ ഒരു സമയത്ത്. ഗ്യാസിനൊക്കെ എന്താ വില? എന്തായാലും ഞാൻ പറഞ്ഞാൽ പോരാ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു വന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? സ്വന്തം പാർട്ടിക്കാർ മരിക്കുന്ന സമയത്ത് ഗ്യാസിന് 10,000 രൂപ ആയി കഴിഞ്ഞാലും ഗ്യാസിന് വില കുറവാണ്. മറ്റുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് ഗ്യാസിന് വില കൂടിക്കാനും ഗ്യാസിന് എന്താ വില അല്ലേ? സംഘടന തന്നെ അല്ലേ? ഒരിരട്ടിയോ 2 ഇരട്ടിയോ അല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. നിങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞ വിലയെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ 3 ഇരട്ടി കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴും പറയാണ് നമ്മള് ജനങ്ങളുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് വില കൂട്ടിയത്. ഇതേപോലെയൊക്കെ സംഘടനകൾക്കേ പറയാൻ പറ്റൂ. ഉത്തരാഖണ്ഡിൽ BJP സർക്കാർ 170 മദ്രസകൾ പൂട്ടി അനധികൃതമായി നിർമ്മിച്ചെന്നാരോപിച്ചാണ് നടപടി. ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോ അതിശയമായിട്ട് തോന്നില്ലടാ. കാരണം വേറെ ഒന്നല്ല, ഇതേപോലത്തെ ന്യൂസ് തന്നെയല്ലേ നമ്മൾ ആഴ്ചക്ക് 3-4 ഒക്കെ കേൾക്കുന്നത്. കേട്ട് ചെവിട് തായ്മിച്ച് തമാശ പറയുന്നല്ല. വർഗീയത മൂത്ത് നിൽക്കുന്ന ആൾക്കാർ മദ്രസ പൂട്ടുന്നുണ്ട്, പള്ളിയെ പൂട്ടുന്നുണ്ട്. ഹരിയാനയിൽ മസ്ജിദ് പൊളിച്ചു നീക്കി BJP സർക്കാർ. ഇവന്മാര് ഭരണത്തിൽ വന്നതിന് ശേഷം ഇതേപോലെയുള്ള ന്യൂസ് നമ്മൾ എത്രമാത്രം കേട്ടിട്ടുണ്ടല്ലേ. എന്തിനാണ് ഈ ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതാണ് ഇവന്മാരുടെ ആ രാഷ്ട്രീയ അജണ്ട അല്ലേ. മനുഷ്യരെ തല്ലിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ വളർത്തുന്ന ഒരൊറ്റ നാരികളെ നമ്മൾ പിന്തുണക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി കാണാനുണ്ട്. CPM-ന്റെ വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ടൈമിന് ഞാനൊരു കണ്ടൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. കണ്ണൂർ കല്ലിക്കണ്ടി സാബുകുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രോത്സവത്തിലാണ് ചെഗുവേരയുടെ പതാകയും വിപ്ലവ ഗാനവും മുദ്രാവാക്യം വിളികളും ഒക്കെയായി ആഘോഷം നടത്തിയത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും സംഘികളും തമ്മിൽ എന്താണ് വ്യത്യാസം?
ഒന്ന് ചിന്തിച്ച് നോക്ക്. മതത്തിന്റെ രീതി പോട്ടെ, നിങ്ങൾക്ക് മതമില്ലാത്ത പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടിക്കാർ ഉത്സവ പറമ്പിൽ ഇതേപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ഭാഗത്തും തെറ്റ് തന്നെയാണ്. സംഘികളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും വിമർശിക്കും, തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക, വലുതാക്കി തരാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ 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 ബൈ. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ബൈ.